നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകര അഴിയൂരിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ കണ്ണൂർ കരിയാട് പടന്നക്കര സ്വദേശി രതീഷ് മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു. മൺസൂൺ മഴയുടെ ആരംഭത്തിൽ തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 മരണമടക്കം സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കോഴിക്കോട് വടകര അഴിയൂരിൽ കിണർ വൃത്തിയാക്കാനെത്തിയ കണ്ണൂർ കരിയനാട് പടന്നക്കര സ്വദേശി രതീഷിന്റെ മരണം. രതീഷിന്റെ ദേഹത്തേക്ക് മണ്ണിടിഞ്ഞു വീണാണ് മരണം സംഭവിച്ചത്. 6 തൊഴിലാളികളാണ് കിണർ നിർമ്മാണത്തിന് വേണ്ടി ഇദ്ദേഹത്തിനൊപ്പം എത്തിയിരുന്നത്. രാവിലെ മുതൽ മേഖലയിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും ഈ പറയുന്നത് പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ മഴയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. കനത്ത മഴയിലും കാറ്റിലും കോട്ടയത്ത് BSNL മൊബൈൽ ടവർ നിലം പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാലാ സെന്റ് തോമസ് കോളേജ് ലൈബ്രറി കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നാണ് ടവർ വീണതെന്നാണ് വിവരം. അതുമാത്രമല്ല, ആലപ്പുഴയിൽ കടലാക്രമണം രൂക്ഷമായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. തൃക്കുന്നപ്പുഴ ചേലക്കാട് 2 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. തെങ്ങുകൾ കടപുഴകുന്ന സാഹചര്യമാണ്. പുന്നപ്രയിൽ കടൽ ഭിത്തി ഭാഗികമായി തകർന്നു. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പയ്യോളി, തിക്കോടി, പൊഴിൽക്കാവ് ഭാഗങ്ങളിലൊക്കെ വലിയ ഗതാഗത തടസ്സമാണ് ഇതുമൂലമുണ്ടായത്. പാലക്കാട് അട്ടപ്പാടി കാവുണ്ടിക്കലിൽ റോഡിൽ മുളങ്കൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മുളങ്കൂട്ടം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറിൽ പുന്നപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ മുള കൊണ്ടുള്ള ചങ്ങാടം ഒലിച്ചുപോയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നു. 34 ആദിവാസി കുടുംബങ്ങൾ ഈ പ്രദേശങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നത്. നീലഗിരിയിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും മഴവെള്ളപ്പാച്ചിലുണ്ടായതും. കനത്ത മഴയിലും കാറ്റിലും തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് മരങ്ങൾ കടപുഴകി വീണ് 40ലേറെ വീടുകളാണ് തകർന്നിരിക്കുന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. കൊല്ലത്തും പത്തനംതിട്ടയിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് വലിയ നാശനഷ്ടങ്ങളും വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. കാലവർഷത്തിന് മുമ്പ് മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിയൊതുക്കേണ്ടതുണ്ട്. അത് ചെയ്യാത്തതാണ് നിലവിൽ തിരുവനന്തപുരം നഗരത്തിലെ ഇത്തരത്തിലുള്ള അപകട ഭീഷണിക്ക് കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും വടക്കൻ കേരളത്തിലും പരക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കോഴിക്കോട് നല്ലളത്ത് 110 kV ലൈനിന്റെ ടവറാണ് ചിരിഞ്ഞത്. കണ്ണൂർ പിണറായിയിൽ തെങ്ങ് പൊട്ടി വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് 33 kV ലൈനിൽ മരം വീണതോടെ അട്ടപ്പാടി ഇരുട്ടിലായിരിക്കുകയാണ്. വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രത വേണമെന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇതിനൊക്കെ പിന്നാലെ രംഗത്തെത്തി പറഞ്ഞിരിക്കുന്നത്. അലേർട്ട് മാത്രമല്ല, അതിനപ്പുറം ജാഗ്രത വേണമെന്നും 3950 ക്യാമ്പുകളാണ് ഇതിന്റെ പേരിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നും മന്ത്രി വ്യക്തമാക്കി. രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 8 ദിവസം മുമ്പേ തന്നെയാണ് ഇത്തവണ കാലവർഷം എത്തിയിരിക്കുന്നത്. 2009 ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമായിട്ടാണ് ഇത്തവണത്തെ ഈ മഴയെ നമ്മൾ കാണുന്നത്. അന്ന് മെയ് 23 ശേഷമായിരുന്നു കാലവർഷം എത്തിയത്. 1990കളിൽ 1975കളിലൊക്കെ ഏറ്റവും നേരത്തെയുള്ള കാലവർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇപ്പോഴാണ് ഇത്തരത്തിലൊരു മഴ കേരളത്തിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. മഴ കനത്തതോടെ നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 12 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 26-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭ്യമാക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് റെഡ് അലർട്ടായിട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെയും, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ്. മെയ് 27-ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ, മെയ് 28-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയ് 27-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും, 28-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും മണിക്കൂറിൽ 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ഇവിടെ ലഭ്യമായേക്കുമെന്നും ഇവിടെയും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് എന്നുമാണ് കാലാവസ്ഥാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ ജാഗ്രത വേണ്ടുന്ന സാഹചര്യമാണ്. അപകട സാധ്യതകൾ അടക്കം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് റോഡുകളിലേക്കൊക്കെ ഇറങ്ങണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്.